മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ മുഖേന നടപ്പാക്കുന്ന ജനകീയാസൂത്രണം സമഗ്ര പുരയിട കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള വളം പെർമിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യം ഈ 2026-27 ബന്ധപ്പെട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റവും ആദ്യം ആരംഭിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായി മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മാറുകയാണ്. നമ്മൾ മെയ് മാസം 24-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഗ്രാമസഭ പൂർത്തിയാക്കി വ്യക്തിഗത ഗുണഭോക്താക്കളുടെ അപേക്ഷ നേരത്തെ തന്നെ ക്ഷണിച്ച് അതിനനുസരിച്ചുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് റെഡിയാക്കി. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. 1 രൂപ പോലും ലാപ്സാകാതെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കർഷകരുടെ കൈകളിലേക്ക് എത്തിക്കണമെന്നാണ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ കൃഷി ഓഫീസർ സൂചിപ്പിക്കുകയുണ്ടായി, ഈ പദ്ധതിക്ക് തന്നെ 10 ലക്ഷം രൂപയാണ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. സമഗ്ര പുരയിട കൃഷി വികസനം എന്നുള്ള പേരിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതി പ്രകാരം നിരവധിയായ ആളുകൾക്ക് നമ്മുടെ ഓരോ വാർഡിലും 80ഉം 90ഉം വരെ ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 1000-ത്തിലധികം വരുന്ന അപേക്ഷകർക്ക് ഇതുമൂലം വളം ലഭ്യമാകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഇപ്പൊ നമുക്കറിയാം, വളത്തിന്റെ വില അന്യായമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറിയയുടെയും പൊട്ടാഷിന്റെയൊക്കെ വില അനിയന്ത്രിതമായി വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ 50% സബ്സിഡി നമ്മുടെ പഞ്ചായത്ത് കൊടുത്തുകൊണ്ട് കർഷകരെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ്. കൃഷിഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ ഷിജിന VM സ്വാഗതം ആശംസിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൂക്കോസ് മാക്കിൽ, വാർഡ് മെമ്പറായ CM ജോർജ്, ജോർജ് ഊട്ടി കാറുകുളം, തങ്കപ്പൻ PN, ടോമി കാറുകുളം എന്നിവർ പങ്കെടുത്തു. കർഷകർക്ക് 50% സബ്സിഡി നിരക്കിലാണ് വളം വാങ്ങാനുള്ള പെർമിറ്റുകൾ നൽകുന്നത്. 10 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നുമുള്ള 1000-ഓളം കർഷകരാണ് പദ്ധതിയിലുള്ളത്. കൃഷിഭവനിൽ നിന്ന് നൽകുന്ന പെർമിറ്റ് ഉപയോഗിച്ച് കർഷകർക്ക് കുറുപ്പന്തറ സംഘമയത്തിൽ നിന്നോ ലൈസൻസ് ഉള്ള മറ്റ് വളക്കടകളിൽ നിന്നോ വളം വാങ്ങാവുന്നതാണ്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പെർമിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്ന് കൃഷിഭവൻ അധികൃതർ അറിയിച്ചു.